ഒത്തിരി പേര് വിളിച്ചു ചോദിച്ചിരിക്കുന്ന ഒരു വീടാണ്. പാലായി ടൗണുമായിട്ട് ഏറ്റവും അടുത്തുള്ള വീട് ഏതാണെന്ന്. ഇത് പാലാ മുനിസിപ്പാലിറ്റിയിൽ തന്നെ, പാലാ ടൗണിൽ നിന്നും ഒരു 500 മീറ്റർ ദൂരം കഷ്ടിച്ച് പോയാൽ മതി. മുനിസിപ്പാലിറ്റിക്കകത്ത് തന്നെ, അതും 15 സെന്റ് സ്ഥലത്തിൽ 2400 സ്ക്വയർ ഫീറ്റ് വരുന്ന ഡബിൾ സ്റ്റോറി വീടാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2 നില വീട്. അപ്പോൾ ആ വീട് സ്ഥലവും പുതിയ വീടാണ്. കിണർ വെള്ളമുണ്ട്, മുറ്റത്ത് കിണറുണ്ട്, പിന്നെ കോമൺ ആയിട്ടൊരു കിണറും കൂടി നമുക്ക് അവകാശമുണ്ട്. അതിൽ നിന്നാണ് ഇപ്പോൾ മോട്ടോർ വെച്ചിരിക്കുന്നത്. മുറ്റത്തും കിണറുണ്ട്. അപ്പോൾ അങ്ങനെ 15 സെന്റ് സ്ഥലവും 2 നില വീട്, 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, 2400 സ്ക്വയർ ഫീറ്റ്. ഈ വീടിന് സ്ഥലത്തിന് നിങ്ങൾ ചോദിക്കുന്നത് 99 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് കാണാം വീഡിയോയിലൂടെ. നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള വീട് പാലാ ടൗണിനടുത്ത്. ഈ വീട് നിങ്ങൾ മിസ് ചെയ്യരുത്. ഉടനടി വരിക, കാണുക, നിങ്ങൾ സ്വന്തമാക്കുക. ഇത് മീനച്ചൽ ഹോംസ് പാല. ഞാൻ ബിജു. ഇതാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് വീടിൻ്റെ കിണർ നമുക്കൊന്ന് കാണാം. കിണർ നല്ല വെള്ളമൊക്കെയുള്ള കിണറാണ്. തൊട്ട് താഴെ തന്നെ വേറൊരു കോമൺ ആയിട്ട് ഒരു കിണറുണ്ട്. ആ കിണർ ഈ 2 വീടുകൾക്ക് മാത്രം അവകാശമുള്ള ഇഷ്ടംപോലെ ജലലഭ്യതയുള്ളൊരു കിണറാണ്. ഇത് പൈപ്പ് ഒരെണ്ണം പോയിരിക്കുന്നത് ടെമ്പററിയാണ്, അതെടുത്ത് മാറ്റുന്നതാണ്. ഷെയ്ഡിൽ നിന്ന് വെള്ളം വീഴുന്നത് പണിക്കാർ വന്ന് ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് ടെമ്പററി ആയിട്ടൊരു പൈപ്പ് കൊടുത്തിരിക്കുന്നതാണ്. കാർ പോർച്ച് നല്ല വലിപ്പമുള്ള കാർ പോർച്ചുണ്ട്. സിറ്റ് ഔട്ടുണ്ട്. സിറ്റ് ഔട്ട് നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ടുണ്ട്. പാലാ മുനിസിപ്പാലിറ്റി തന്നെയാണ്. മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും ടൗണുമായിട്ട് ഏറ്റവും അടുത്ത് വരുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. നമുക്ക് വീടിനകത്തേക്ക് പ്രവേശിക്കാം. നല്ലൊരു സ്വീകരണ മുറിയിൽ തന്നെ വിശാലമായ നല്ല ഒരു സോഫ സെറ്റൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ, കയറി വരുമ്പോൾ തന്നെ ഒരു പ്രെയർ യൂണിറ്റൊക്കെ കാണാവുന്ന രീതിയിൽ, നല്ലൊരു പാർട്ടീഷൻ വർക്കൊക്കെ കാണാവുന്ന രീതിയിലുള്ള നല്ലൊരു സ്വീകരണ മുറി. ഈ സ്വീകരണ മുറിയിൽ നിന്ന് നമ്മൾ നേരെ ബെഡ്റൂമുകളുടെയും ഹോളിൻ്റെയും എല്ലാ ദൃശ്യങ്ങളൊന്ന് കാണുവാനായിട്ട് പോവുകയാണ്. ഇതാണ് നല്ലൊരു രൂപക്കൂട്. കയറി വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് കാണാവുന്ന രീതിയിലുള്ള നല്ലൊരു രൂപക്കൂട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഡൈനിങ് ഹോള്. ഡൈനിങ് ഹോളിൽ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോളാണ്. അവിടെ ഒരു ഇരിക്കാനായിട്ടുള്ളൊരു വിൻഡോയുടെ സമീപത്തായിട്ട് ഇരിക്കാവുന്ന രീതിയിൽ ഒരു ഗ്രാനൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് കിച്ചൺ വരുന്നത്. കിച്ചൺ മനോഹരമായ തേക്കൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ ചെയ്തുകൊണ്ടുള്ള മനോഹരമായ കിച്ചണാണ് ഇവിടെ. മുഴുവൻ തേക്കൻ തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തേക്കിൻ്റെ തടികളാൽ നിർമ്മിതമായ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു കിച്ചൺ. അവിടുന്ന് വർക്ക് ഏരിയയിലേക്ക് പോകുന്നു. വർക്ക് ഏരിയ നല്ലൊരു വർക്ക് ഏരിയ ആണ്. നല്ല വലിപ്പം കൊണ്ടാണ് ഇതിൻ്റെ എല്ലാം പ്രത്യേകതകളും. പിന്നെ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ, അടുക്കും ചിട്ടയുമുള്ള മനോഹരമായ കബോർഡ് വർക്കുകളാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇവിടുന്ന് നമ്മൾ നേരെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ബെഡ്റൂമിൻ്റെ വലിപ്പം കണ്ടോളൂ. 3 6 പാളി ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വായുസഞ്ചാരം നല്ലപോലെ കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് ജനലുകൾ ഡിസൈൻ ചെയ്തിരിക്കുക. ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്കുകൾ ഇവിടെ ഡ്രസ്സിങ് ഏരിയയിൽ നമ്മൾ മൾട്ടിവുഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുക. ഇവിടെ ഡ്രസ്സുകൾ അടുക്കി വയ്ക്കുവാനും അതുപോലെ തന്നെ മേക്കപ്പ് സെറ്റുകൾ ചെയ്യുവാനും അതുപോലെ ഫുള്ളായിട്ടുള്ളൊരു മിററും കൊടുത്തുകൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുക. ഇതാണ് ടോയ്ലറ്റ് അറ്റാച്ച്ഡ്. വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലുള്ള ടോയ്ലറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക. നല്ല ഗ്രാൻഡായിട്ടുള്ള ടൈല് വർക്കുകൾ, ഏറ്റവും നല്ല മോഡേൺ ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്ന ഇവിടെ ഷവർ കാര്യങ്ങൾ എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തെടുത്തിരിക്കുന്നു. ഇവിടുന്ന് നമ്മുടെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ, ഈ ബെഡ്റൂം കണ്ടിട്ട് അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം, അങ്ങനെ 4 ബെഡ്റൂമാണുള്ളത്. 99 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇലക്ട്രിക് ഫിറ്റിങ്സുകളെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയ. ഡ്രസ്സിങ് ഏരിയയിൽ നല്ല കബോർഡുകൾ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുക.
ടോയ്ലറ്റൊക്കെ നല്ല വലുപ്പമുള്ള ടോയ്ലറ്റുകളാണ്. അതാണ് ഇത് മറ്റൊരു ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെയാണ് ടോയ്ലറ്റുകളിൽ ഉപയോഗിച്ചിരിക്കുക. ഇവിടുന്ന് പാലാ ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 500 മീറ്റർ ദൂരം എന്ന് പോലും പറയാൻ പറ്റില്ല. പക്ഷേ മാക്സിമം നമ്മളൊരു ഇട്ടിരിക്കുന്നതാണ് 500 മീറ്റർ. ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും, ടൗണിൻ്റെ സിവിൽ സ്റ്റേഷന്, അതുപോലെ തന്നെയുള്ള പള്ളികൾ, കടകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡ് എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഈ 500 മീറ്റർ അടുത്ത് കിട്ടാവുന്ന രീതിയിലുള്ള സൗകര്യപ്രദമായ ഈ പ്രദേശത്ത് 15 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ 2400 സ്ക്വയർ ഫീറ്റ് വീട് പണിതിട്ട് അതിനാണ് ചോദിക്കുന്നത് 99 ലക്ഷം രൂപ. അപ്പോൾ ടൗണുമായിട്ട് ഇത്രയും നിയറസ്റ്റ് വരികയും ഏറ്റവും അടുത്ത് വരികയും ടൗണിലേക്ക് എന്ത് കാര്യത്തിന് പോകണമെങ്കിലും, ഞാൻ പറയുന്നത് സിവിൽ സ്റ്റേഷനിലേക്ക് പോകണോ, ബസ് സ്റ്റാൻഡിലേക്ക് പോകണോ, അല്ലെങ്കിൽ ഹോട്ടലുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, എങ്ങോട്ട് പോകണമെങ്കിലും നടന്നു പോകാവുന്ന ദൂരത്തിൽ നമുക്ക് ലഭിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങളുള്ള നല്ലൊരു മേഖലയിലാണ് ഈ വീട് വന്നിരിക്കുക. അങ്ങനെയുള്ളിടത്ത് 15 സെൻറ്റ് സ്ഥലത്തിൽ ഇത്രയും നല്ലൊരു വീട് ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ അഭികാമ്യമാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ നടന്നു പോയി വേണമെങ്കിൽ സാധനം മേടിച്ചുകൊണ്ട് വീട്ടിൽ വരാവുന്നതാണ്. അവിടുത്തെ ട്രോളി തള്ളിക്കൊണ്ട് വേണം വീട്ടിൽ കൊണ്ടുവന്ന് സാധനം ഇറക്കി വെച്ചിട്ട് തിരിച്ചുകൊണ്ട് കൊടുക്കുക. അത്രയും തൊട്ടടുത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഏറ്റവും മനോഹരമായ നല്ല ഒരു രീതിയിൽ തന്നെയാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുക. ബെഡ്റൂമുകളുടെ സൈസുകളാവട്ടെ, ബെഡ്റൂമിലേക്ക് പോകുന്ന വഴികളാവട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ടോയ്ലറ്റ് ആവട്ടെ, ഡ്രസ്സിങ് ഏരിയ ആവട്ടെ, ഏത് കാര്യം നോക്കിയാലും ഏറ്റവും ഭംഗിയായ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീടും സ്ഥലവും കൂടിയാണ് ഈ വന്നിരിക്കുക. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള നല്ലൊരു വീട് ഈ ലൊക്കേഷനിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖലയിലാണ് ഈ വീട് എന്നുള്ളതും മറ്റൊരു വലിയ കാര്യം തന്നെയാണ്. കിണർ വെള്ളം ഉണ്ട് എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ്. ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് സാധനങ്ങൾ തന്നെയാണ്. വില നമ്മൾ പറഞ്ഞു 99 ലക്ഷം രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിളാണ്. നമുക്ക് ലോൺ ഫെസിലിറ്റീസ് ആവശ്യമുള്ളവർക്ക് ലോൺ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും, ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ചേരുന്ന ഓരോ ലൈക്കും ഞങ്ങൾക്കൊരു പ്രചോദനമാണ്. ഇതാണ് വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴത്തെ ഒരു വ്യൂ നമുക്ക് കാണാം. അപ്പോൾ ഈ വ്യൂ കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.